സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കനകമലയിൽ നിന്ന് വരുമ്പോൾ ഗ്രാമമന്ദിരം കഴിഞ്ഞുള്ള റോഡ് ഒരു പണി നടക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസത്തേക്ക് ഇതിലെ മറ്റു വാഹനങ്ങൾ കടന്നു പോവില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് പണി തീരും. അപ്പോൾ ആ വിവരം ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് അറിയിക്കാനാണ്. ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടത്തോളം വന്ന് വണ്ടി തിരിച്ചു പോകണ്ട, അതൊന്ന് അറിയിക്കാൻ. അതായത് തെക്കുന്ന് വരുന്ന വണ്ടികൾ നമ്മുടെ പനമ്പള്ളി കോളേജ് കൂടി വരുമ്പോൾ ജീവ ഗ്രൗണ്ട് കഴിഞ്ഞൊരു കനാൽ പാലമുണ്ട്, അവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് പോകണം. വടക്കുന്നുള്ള വണ്ടികൾ, ആ വണ്ടികളൊക്കെ നമ്മൾ റേഷൻ കട ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പോകണം. ഇതിൽ നേരെ വന്നാൽ ഈ റോഡ് ഇതുപോലെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 10-15 ദിവസം ഈ വഴിക്ക് വാഹനങ്ങൾ പോവാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ. ഇതെന്താ പരിപാടി? റോട്ടില് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ 365 ദിവസം റോഡ് പണിയാ. എന്താണത് കാര്യം? ഡ്രൈനേജ് അല്ലേ? ഇവിടെ വെള്ളം പോകുന്നില്ല എന്ന് പരാതിയായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അതിന് നേരത്തെ ചെറിയ ചെറിയ പൈപ്പാണ് ഇട്ടിരുന്നത്. അതെ അതെ അതെ, പൈപ്പ് ഉണ്ട് കിടക്കുന്നത്. കൊച്ചു പൈപ്പായിരുന്നു, വെള്ളമൊന്നും പോകില്ലായിരുന്നു. വീതി കൂട്ടി പണിയാണ്. അല്ല, ഇപ്പം ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് ചുരുങ്ങിയത് ഒരു 10-30 സ്കൂൾ ബസ്സും മറ്റത്തൂർ തുടങ്ങി കനകമല തുടങ്ങിയ ആൾക്കാർ ചാലക്കുടിക്ക് പോകാനുള്ളൊരു എളുപ്പം വഴിയായിരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? വളരെ പെട്ടെന്ന് തന്നെ ശരിയാവും. ഓ അല്ലേ? അതിനോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഈ റോഡ് നമ്മുടെ കനകമല പള്ളിയുടെ അവിടെ നിന്ന് ഗ്രാമമന്ദിരം വരുമ്പോൾ പനമ്പള്ളി കോളേജിലേക്ക് പോകണം. പനമ്പള്ളി കോളേജ് റോഡ് എന്നാണ് ഇതിന് പറയുക. ഈ റോഡ് ഏകദേശം 10-15 ദിവസത്തേക്ക് ഇതിലെ മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിൽ കൂടെ വരുന്ന ആൾക്കാർ നമ്മൾ പനമ്പള്ളി കോളേജിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ജീവ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടാറിങ് റോഡ് വഴി ചീക്കാമുണ്ടി അമ്പലം വഴി നേരെ ചെല്ലുമ്പോൾ ഒരു ടീ റോഡ് കിട്ടും. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെയും കിട്ടും ഒരു ടീ റോഡ്. അവിടുന്ന് ലെഫ്റ്റ് പോയാൽ കനകമല പള്ളിയുടെ അവിടെ എത്തും. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. ഇവിടെ മഴക്കാലത്ത് വെള്ളം കെട്ടി റോഡ് വളരെ മോശമാവാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി കൊടകര പഞ്ചായത്ത് ചെയ്തതിൽ നമുക്ക് വളരെയധികം അവരെ അഭിനന്ദിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇതിന് വളരെ പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ. വർക്കിൻ്റെ കാര്യത്തിന് വന്നത്. അപ്പോൾ ഇത് ഇവിടെ പറയാനുള്ളത്, മാക്സിമം ഗവൺമെൻറ് നിയമപ്രകാരം നിങ്ങൾക്ക് ഏകദേശം 15 ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് പണി തീർക്കണമെന്ന് ഞാൻ സത്യത്തിൽ താഴ്മയായി തന്നെ പറയാണ്. നമ്മുടെ പള്ളിയുടെ മുന്നോടിയായിട്ട് ഫസ്റ്റ് ഘട്ടം തന്നെ സ്ലാബ് വാർത്ത് മുൻകിട്ട് നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. പോലെ അതുകൊണ്ട് കാണാതെ അപ്പോൾ ഇതിൻ്റെ കാണാം. അപ്പോൾ ഇത് പണി തീരുമ്പോൾ തന്നെ അപ്പം തന്നെ സ്ലാബ് ഇടും. സ്ലാബ് ഇടാൻ പ്രത്യേകിച്ച് വേറെ സമയം നോക്കേണ്ട ആവശ്യമില്ല. ആ സ്ലാബിൻ്റെ പണി കഴിഞ്ഞ് കിടക്കുവാണ്. ഇത് വാർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇട്ടേക്കും. അപ്പോൾ അതാ പറഞ്ഞ് 10-15 മാക്സിമം പണി തീരാനുള്ള രീതിയിലാണ് പോകുന്നത് മുന്നോട്ട്. അപ്പോൾ പിന്നെ ഇവിടെ സ്ലാബിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ഈ സൈഡ് കെട്ടി കഴിഞ്ഞ ഉടനടി മോളിക്കൂടെ സ്ലാബ് ഇട്ട് പണി തീർക്കുന്നതായിരിക്കും. അപ്പം ഇനി പെട്ടെന്നാവും നമ്മുടെ പരിപാടി.